സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമത്തിൽ ഏറ്റവും കൂടുതൽ ഇരയാകപ്പെട്ടത് ആലുവ സ്വദേശിനിയായ നടിയാണ്. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയൻ പിള്ള രാജു ഉൾപ്പെടെ 7 പേർ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നാണ് പരാതി. ഇതിൽ 7 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. ഈ കേസുകളിൽ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ ആരംഭിച്ചു. മുകേഷിനെതിരെ മാത്രമാണ് ആദ്യ ദിവസം നടി മൊഴി നൽകിയത്. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വേണ്ട തെളിവുകൾ സഹിതം വിശദീകരിച്ചാണ് മൊഴി നൽകിയതെന്നും നടി വ്യക്തമാക്കി. ആരോപണം ഉന്നയിച്ച മറ്റുള്ളവർക്കെതിരായ രഹസ്യമൊഴി വരും ദിവസങ്ങളിൽ നൽകും. മുകേഷിനെതിരെ പീഡന പരാതി നൽകിയ നടി ഇന്ന് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ ഹാജരായി രഹസ്യമൊഴി രേഖപ്പെടുത്തി. അതിനു തൊട്ടു മുൻപുള്ള മണിക്കൂറുകളിലാണ് ഇന്നലെ അന്വേഷണ ചുമതലയിലേക്ക് വന്ന ചേർത്തല ഡിവൈഎസ്പി KV ബെന്നി അവരുടെ മൊഴി വീണ്ടും എടുക്കുന്ന സാഹചര്യമുണ്ടായത്. ഇന്നലെ SITയിലുള്ള അജിത ബീഗവും അതുപോലെ തന്നെ പൂങ്കുഴലി SP പൂങ്കുഴലിയും ചേർന്ന് ഇന്നലെ അവരുടെ മൊഴിയെടുത്തെങ്കിലും ആ മൊഴിയിൽ വ്യക്തത വരാനുണ്ട് എന്ന് സൂചിപ്പിച്ചാണ് ഇന്ന് വീണ്ടും ഡിവൈഎസ്പി KV ബെന്നി 1 മണിക്കൂറോളം നീണ്ട സമയം അവരെ വീണ്ടും അവരുടെ മൊഴിയെടുക്കുന്ന സാഹചര്യമുണ്ടായത്. അതിനുശേഷം ഏകദേശം 3:30 കൂടിയാണ് എറണാകുളം ജില്ലാ മജിസ്ട്രേറ്റിന് മുൻപാകെ അവർ ഹാജരായതും രഹസ്യമൊഴി രേഖപ്പെടുത്തിയതും. പറയാനുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് നടി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന അപമാനിതയായ ഏതു സ്ത്രീക്കും ഒപ്പം നിൽക്കുമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറപ്പാണ് തനിക്ക് ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള ആർജവം തന്നത്. വളരെ ബോൾഡായി താനത് മജിസ്ട്രേറ്റിന് മുൻപാകെ പറഞ്ഞിട്ടും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നടി നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല, മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞത് തിരിച്ചടിയല്ല, മുകേഷ് കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല എന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മുകേഷിന്റെയും നടി പരാതി ഉന്നയിക്കുന്ന മറ്റൊരു പ്രതിയായ A ചന്ദ്രശേഖരന്റെയും അറസ്റ്റ് 3-ാം തീയതി വരെ മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. പരാതിയിൽ ഇപ്പോഴും അതേപോലെ ഒരു മാറ്റവും ഉറച്ചു തന്നെ നിൽക്കുകയാണ്. രഹസ്യമൊഴിയിൽ എല്ലാ തെളിവുകളോടും കൂടി സത്യസന്ധമായിട്ട് ദൈവസത്യവും ഇട്ടിട്ടാണ് ഞാൻ ജഡ്ജിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആർജവം എനിക്ക് കിട്ടിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്ന ഏതെങ്കിലും സ്ത്രീകൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരാതിയുമായി മുന്നോട്ട് വന്നാൽ അവർ ഏത് പ്രമുഖനായാലും അവർക്കെതിരെ ഞങ്ങൾ ആക്ഷൻ എടുക്കും എന്നൊരു ആർജവത്തിലാണ് ഞാൻ ഇത്രയും ബോൾഡായിട്ട് ഞാൻ ഈ പരാതിയുമായി ഞാൻ ഇറങ്ങിയത്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കേസിന്റെ എല്ലാ കാര്യങ്ങളും തന്നെ കഴിഞ്ഞു. 3-ാം തീയതി വരെ 5 ദിവസത്തേക്കാണ് മുകേഷിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന ഇതിലേക്ക് നയിക്കുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം ഈ 3-ാം തീയതി കഴിഞ്ഞ് എന്താണ് കോടതിക്ക് ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യവും വ്യക്തമാകാൻ ഇനിയുമുണ്ട്. കാരണം നടി മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ തന്നെ മുകേഷിനെതിരെ അതിഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം രാഷ്ട്രീയ നീക്കത്തോടുകൂടിയും കേരളത്തിൽ അങ്ങേയറ്റം രാഷ്ട്രീയ ചർച്ചയാകാവുന്ന ഒരു സാഹചര്യം കൂടി മുകേഷ് MLA ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കേസിനുണ്ട്. വരും ദിവസങ്ങളിൽ കോടതിയും സർക്കാരും ഈ കേസിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വ്യക്തമാകാനുമുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയിൽ തോമസ് കുട്ടി വിട്ടോട എന്നും പറഞ്ഞുള്ള മുകേഷിന്റെ ഓട്ടം മലയാളി പ്രേക്ഷകർ പലതവണ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതിലും വലിയ നെട്ടോട്ടത്തിലാണ് നടനും MLAയുമായ മുകേഷ്. ലൈംഗിക ആരോപണ പരാതിയിൽ പോലീസ് കേസെടുത്തതോടെ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ച താരം അഭിഭാഷകനെ കാണാൻ കൊച്ചിയിലെത്തി. പുത്തൻകുരിശിലെ അഭിഭാഷകന്റെ വീട്ടിൽ അതീവ രഹസ്യമായിട്ടായിരുന്നു കൂടിക്കാഴ്ച. രാജി ആവശ്യം ശക്തമായതോടെ വാഹനത്തിലെ MLA ബോർഡടക്കം മാറ്റി കനത്ത പോലീസ് സുരക്ഷയിലാണ് മുകേഷിന്റെ യാത്ര. നേരത്തെ തനിക്കെതിരായ ആരോപണങ്ങൾ സംബന്ധിച്ച് മുകേഷ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു.
കൊച്ചിയിൽ ഇന്ന് ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് മുകേഷ് അഭിഭാഷകനുമായി നടത്തിയത്. അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജിയോ പോളിന്റെ വസതിയിൽ വെച്ചായിരുന്നു, വടവുകോടുള്ള വസതിയിൽ വെച്ചായിരുന്നു ചർച്ച നടത്തിയത്. പ്രധാനമായും തന്നെയും ഇത് വരുന്ന ദിവസങ്ങളിൽ കേസ് പരിഗണിക്കുകയാണ്. 5 ദിവസത്തെ ഒരു സാവകാശമാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി നൽകിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ അതിൽ എന്താണ് ഇനി പറയുവാനുള്ളത്? കാരണം മുൻകൂർ ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് മുകേഷിന്റെ ഒരു തീരുമാനം, അഭിഭാഷകരടക്കമുള്ള ഒരു തീരുമാനം വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള എന്ത് കാര്യങ്ങളാണ് കോടതിയിൽ ഇനി ബോധിപ്പിക്കാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകുമ്പോൾ അതിനൊരു തിരിച്ചടി നേരിടുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായി മുകേഷ് MLA കൂടിയാണ്. MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാമാണ് നടത്തുന്നത്. ഓരോ ദിവസവും അത് കൂടുതൽ കരുത്താർജിക്കുകയാണ്, അത്തരമൊരു ആവശ്യം കരുത്താർജിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മുകേഷ് ഉള്ളത്. അപ്പോൾ കോടതിയിൽ നിന്നുള്ള ഏത് നിരീക്ഷണവും മുകേഷിനെ തിരിച്ചടിയാവും. മുകേഷിന് ആ രീതിയിലുള്ള കോടതി എതിരായിട്ട് പറയുകയാണെങ്കിൽ, അത്തരം നിരീക്ഷണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ വലിയ രീതിയിൽ അതൊരു തിരിച്ചടിയിലേക്ക് വരും. മുൻകൂർ ജാമ്യമടക്കമുള്ള കാര്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഇതെല്ലാം പ്രതികൂലമായി തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് നിലപാടാണ് ഇനി സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത്? അത് കോടതിയിലായാലും കോടതിക്ക് പുറത്തായാലും അത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം നിയമവൃത്തങ്ങളുമായി അത്തരം കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണങ്ങൾ പ്രതികൂലമാകുമെങ്കിൽ ആ രീതിയിൽ തന്നെ പോകേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് മുകേഷ് ഇന്ന് കൊച്ചിയിലേക്ക് എത്തുകയും അഭിഭാഷകനുമായി ഏതാണ്ട് 1 മണിക്കൂറിലധികം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. മുകേഷ് തുടക്കത്തിൽ പറയുന്നത് പോലെ തനിക്ക് ഇത്തരം ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ചിലത് പറയാനുണ്ട്. ചില ഡിജിറ്റൽ തെളിവുകൾ അടക്കം തനിക്ക് കൈമാറാൻ കഴിയും. തൻ്റെ ഭാഗം നീതീകരിക്കുന്നതിന് വേണ്ടി, തൻ്റെ ഭാഗം വ്യക്തമാക്കുന്നതിന് വേണ്ടി അങ്ങനെ ചില കാര്യങ്ങൾ തൻ്റെ കൈകളിലുണ്ട്. അത് കൈമാറാനായിട്ട് സാധിക്കുമെന്ന് മുകേഷ് നേരത്തെയും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അഭിഭാഷകനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ആ രീതിയിൽ കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുകേഷ് അന്വേഷണമായിട്ട് സഹകരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് മാത്രമേ കാര്യങ്ങൾ പറയാൻ പറ്റും. അവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്രോസ് ചെക്കിംഗ് ആണ് സത്യത്തിൽ പ്രതിയെ ചോദ്യം ചെയ്യുക വഴിയായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിക്കുക. വരുന്ന ദിവസങ്ങളിൽ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കോടതിയിലേക്ക് എത്തും. കോടതിയിൽ കൂടുതൽ മുകേഷിന്റെ കാര്യത്തിൽ മുകേഷിന്റെ നിലപാട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ പ്രതിഷേധങ്ങൾ കനക്കുന്ന സാഹചര്യത്തിൽ പോലീസ് അകമ്പടിയോടുകൂടിയാണ് മുകേഷ് കൊച്ചിയിലേക്ക് എത്തിയത്, തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് എത്തിയത്. അതിനുശേഷം മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടാതെ തന്നെയാണ് ഈ കൂടിക്കാഴ്ച നടക്കുകയും ചെയ്തത്.